നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂലൈ മാസത്തിലെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കിനി എന്നാണ് പെൻഷൻ ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പോൾ പെൻഷൻ പണം എല്ലാ ആളുകളുടെയും അക്കൗണ്ടിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ 1600 രൂപയും 1400 രൂപയും എല്ലാം അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ പണം നമ്മളുടെ അക്കൗണ്ടിൽ എത്തുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പണം അവരുടെ അക്കൗണ്ടിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കനറ ബാങ്കിൽ പണം എത്തുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ കേരള ബാങ്കിൽ പണം എത്തുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പണം എത്തി തുടങ്ങിയിട്ടുള്ളത്. ഫെഡറൽ ബാങ്കിലും മറ്റ് ബാങ്കിലും പണം എത്തുന്ന വരും മണിക്കൂറിൽ തന്നെ പണം എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ലഭിച്ചിട്ടില്ലെങ്കിൽ അതും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാൻ മറ്റാളുകൾക്ക് അറിയാനാണ് ആർക്കെല്ലാമാണ് പണം എത്തിയിട്ട് തുടങ്ങിയിട്ടുള്ളത്, ആർക്കെല്ലാമാണ് പണം എത്താൻ ബാക്കിയുള്ളതെന്നെല്ലാം അറിയാനാണ്. ഇനി അങ്ങോട്ട് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെന്ന് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിങ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇനിയും മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ മാസത്തെ പെൻഷൻ ഏതായാലും മസ്റ്ററിങ് ചെയ്ത ആളുകൾക്കും, അല്ലെങ്കിൽ ഈ വർഷം ആഗസ്റ്റ് വരെ മസ്റ്ററിങ് കാലാവധിയുള്ള ആളുകൾക്കെല്ലാം പണം എത്തിയിട്ടുണ്ട്. അടുത്ത മാസം മുതലായിരിക്കും ഇനി മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും പണം എത്തുക. ഏകദേശം ഇപ്പോൾ മസ്റ്ററിങ് തുടങ്ങി ഇപ്പോൾ ഒരു മാസത്തോളമായി, ഒരു മാസം കഴിഞ്ഞു, 40 ദിവസത്തോളമായി. ഇനിയും ഒരുപാട് ആളുകൾ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ട്. നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. അത് ചെയ്യാത്ത ആളുകൾ പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതാത് വാർഡ് മെമ്പർമാരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ നടത്തുന്നത്. ഇനിയും മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾ അതാത് വാർഡിൽ നടക്കുന്ന ക്യാമ്പിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകൾ, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് വരാൻ സാധിക്കാത്ത ആളുകൾ എന്നിവർക്കെല്ലാം ഈ ക്യാമ്പിൽ കഴിയുന്നതോട് കൂടി തന്നെ അവരുടെ വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് മസ്റ്ററിങ് അവസാനിക്കുന്ന സമയത്ത് അവർ വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ചെയ്തു കൊടുക്കുക. 30 രൂപയാണ് ഇതിന് ഫീസായിട്ട് സർക്കാർ വാങ്ങുന്നത്. കിടപ്പിലായ രോഗികളും ഈ 30 രൂപ മാത്രം നൽകിയാൽ മതിയാകും. കൂടുതൽ പണമൊന്നും നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വാർഡ് മെമ്പറുമായി ഒന്ന് ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോഴും ഇത് സീരിയസ് ആയി എടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതിനുമുമ്പായി നിങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് പെടുത്തുക. അല്ല, പെൻഷൻ ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റു കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.